അപ്പോൾ ആര് വന്നാലും ഇപ്പോൾ പൃഥ്വിരാജും യോഗി ബാബുവും ബേസിലും ഉൾപ്പെടെയുള്ള വലിയ താരങ്ങളാണെങ്കിൽ പോലും ആ ഒരു ഫ്രെയിമിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ നിന്നിട്ടുണ്ട്. പൃഥ്വിരാജും ബേസിലും കൂടെ കാണുന്ന സമയത്ത് ഫസ്റ്റിൽ പൃഥ്വിരാജിൻ്റെ ഒരു ചിരിയുണ്ട്. ആ ചിരി ഇന്നേ വരെ കണ്ടിട്ടില്ല. അത് ഭയങ്കര ട്രോൾ ചെയ്യപ്പെട്ടൊരു സമയമായിരുന്നു ആ ടീച്ചറിൽ വന്ന ആ ഷോട്ട്. അപ്പം ഞാനത് ഇൻ്റർവ്യൂ പറയായിരുന്നു, ആ ഷോട്ടിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിക്കാൻ പോകുന്നു. തിയേറ്ററിൽ നിന്നപ്പോൾ ആ കണ്ണാന്തമ്പി എന്നുള്ള പാട്ട് കേൾക്കാനില്ല ആ വീഡിയോയിൽ. അത്രയും ക്രൗഡ് ബഹളമായിരുന്നു. ഫിസിലടിക്കുകയും ഇല്ലെങ്കിൽ ബഹളം വയ്ക്കുകയും ഭയങ്കര ചിയർ ചെയ്യുന്ന സാധനം. ചില സിനിമകൾ 3 മണിക്കൂറുള്ള സിനിമകളൊക്കെ ഭയങ്കര എൻഗേജ് ആയിട്ട് കണ്ട ആൾക്കാരുണ്ട്. എന്നാൽ ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ സിനിമ പോലും ചിലപ്പോൾ നമുക്ക് ലാഗായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ലെങ്ത് അല്ല വിഷയം, ആളുകൾ എത്രത്തോളം അതിനകത്ത് ഇന്നാക്കുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ രാജ്യം ചോദിക്കുന്നത് ഇതിന് മുമ്പുള്ള സീൻ നമ്മൾ അതെനിക്കറിയില്ല, ഇതിന് ശേഷമുള്ള സീൻ അതും എനിക്കറിയില്ല, അതെങ്ങനെ ഷൂട്ട് ചെയ്യും, നമ്മൾ ഈ സീൻ വേണം, പക്ഷേ നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാം, നമുക്ക് ഇത് എടുക്കാമെന്ന് പറയാം. അപ്പോൾ രാജു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ 10-25 വർഷത്തെ ചരിത്രത്തിൽ ബിഫോർ ആഫ്റ്റർ അറിയാതെ ഒരു സീൻ ഷൂട്ട് ചെയ്ത്. വെങ്കാശപ്പണിൽ അടി കൊള്ളുമ്പം ദിലീപ് ഏട്ടൻ തലയിൽ പാത്രം വെക്കുന്ന ഒരു സീൻ, അതാണ് നമ്മൾ ആ ഹെൽമെറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ റെഫറൻസ് ആയാലും ഇപ്പം ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് അടി കൊള്ളാതിരിക്കാനാണെന്നും അത് ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് യോഗി ബാബുവിനും ഒരു ആഡ് ഓൺ മ്യൂസിക് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴൊക്കെ അതുണ്ടായിരുന്നു. നമ്മൾ ഫൈനൽ മിക്സ് ചെയ്ത് ഔട്ട് എടുത്തപ്പോൾ ആ മ്യൂസിക് മ്യൂട്ടായി പോയി. എക്സ്ട്രാ ലെയർ ഉണ്ട്, അത് സാധനം കൂടെ വരുമ്പോഴാണ് ആ മ്യൂസിക് പുഷ് ചെയ്ത് വരുന്നത്. ഭയങ്കര ഇൻട്രഫിയർ ഉണ്ടായിരുന്നു, ആ സാധനം മ്യൂട്ടായി പോയി ലാസ്റ്റ് മിനിറ്റ്. പക്ഷെ വിപിന് കൂടുതലും ശ്രദ്ധിക്കേണ്ടി വന്നത് നിഖിലയാണോ? റീഷൂട്ട് ചെയ്യുന്നു നിഖിലയുടെ സീക്വൻസ്. ഇങ്ങനെയല്ല, കുറച്ചും കൂടി വേറെ മാറ്റത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ക്ലൈമാക്സിൽ പ്രശ്നം വരും എന്ന് പറഞ്ഞിട്ട് പല സിനിമ നിഖിലയുടെ റീഷൂട്ട് ചെയ്യുന്നുണ്ട്. ഫാദർ എസ് സൂര്യ മൂവിയാണ് ഇപ്പോൾ ഡിസ്കഷനിലുള്ളത്. പിന്നെ രാജുവായിട്ടൊരു പടം കൂടെ, ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ലോക്കാക്കിയിരിക്കുന്ന ഒരു പരിപാടിയുള്ളത്. നിങ്ങൾ പറയാത്ത പല സാധനങ്ങളും ഞങ്ങൾ പറയുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ വിജയ് വിശേഷങ്ങളുമായി ഡയറക്ടർ വിപിൻ ദാസ്, ഒപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ ദീപു പ്രദീപ്. ഹായ്. അടിപൊളിയായിട്ടുണ്ട്. ആദ്യം പറഞ്ഞാലേ എനിക്ക് ഈ തെലുങ്ക് ചില സിനിമകൾ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് കിട്ടുന്നൊരു ഫീലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൃഥ്വിരാജും നിഖിലയും കൂടെ ആ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് വരുന്നൊരു ഷോട്ടുണ്ട്, സൂപ്പർ. അപ്പം ഞാൻ വിചാരിച്ചു കേട്ടോ, എനിക്ക് ശരിക്കും നിങ്ങളോട് അസൂയ തോന്നി. കാരണം വെച്ചാൽ ഇത്രയും കളർഫുള്ളായിട്ട് ഇത്രയും ഗ്രാൻഡായിട്ടൊരു സാധനം പകർത്താൻ കഴിഞ്ഞു എന്നുള്ളത്. രണ്ടാമത് പ്രൗഡും തോന്നി, കാരണം നമ്മുടെ സിനിമ ഈ ലെവലിൽ കളർഫുള്ളായിട്ട് കാണാൻ പറ്റി. എങ്ങനെയാണ് റെസ്പോൺസ്, ആദ്യത്തെ റെസ്പോൺസ് പറയും? അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ആ ഷോട്ട്, എസ്പെഷ്യലി ആ ഷോട്ടൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഈ നമ്മളൊരു വലിയൊരു ക്യാൻവാസിലൊരു പടം ചെയ്യുമ്പം അതിനകത്തുള്ള ഷോട്ടുകൾ ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മുഹൂർത്തങ്ങൾ അതൊക്കെ സിനിമയെ ഗുണം ചെയ്യും. സ്ക്രിപ്റ്റിനും ഈ പറഞ്ഞ പോലെ അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ എഡിറ്റൊക്കെ പുറമെ അതിന് ഓരോ വിഷ്വലിലും ഓരോ ഷോട്ടിലും ചിലപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ബാഹുബലി കാണുമ്പോൾ ഇവിടുന്ന് ബ്ലഡ് വരുന്ന ഷോട്ടൊക്കെ നമുക്ക് ഭയങ്കര ഓർമ്മയിരിക്കുന്ന പോലെ ചില ഷോട്ടിലൊക്കെ ഓർമ്മയിരിക്കുന്നത് തന്നെ അതും ഒരു സിനിമയുടെ ഒരു ആഡ് ഓൺ ആണ്. അപ്പം അതും അങ്ങനെയൊക്കെ ആളുകൾ പറയുകയും കാണുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സംശയമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മാറി കിട്ടുന്നതിൽ ഒരു സന്തോഷമുണ്ട്. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഈ ക്രൗഡ് കാണുന്ന സമയത്ത് ആദ്യം പേടി ഉണ്ടാവുമല്ലോ, നമുക്കിത് ക്രൗഡ് എങ്ങനെയായിരിക്കും നിങ്ങൾ ഷൂട്ട് ചെയ്തതെന്നുള്ളത്. കാരണം ബഡ്ജറ്റിൻ്റെ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ക്രൗഡ് ഗുരുവായൂർ അമ്പലം കാണിക്കുമ്പോൾ ക്രൗഡ് കണ്ടപ്പോൾ സിനിമയിലേക്ക് വീണു. ഇനിയിപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് വെച്ചാൽ ടെൻഷൻ ഇല്ലാതെ സിനിമ കാണാമെന്നുള്ളൊരു സാധനം ഇല്ലേ. ആ ക്രൗഡ് കണ്ടപ്പോൾ ഞാൻ ഇത് പൊളിക്കും, ഇത് പൂക്കുറ്റി പോലെ പോകുമെന്നുള്ള എൻ്റെ മനസ്സിൽ അവിടെ ഇരുന്ന് ഞാൻ മനസ്സുകൊണ്ട് കണ്ടു. അത് തന്നെയാണ് ഇപ്പോൾ സിനിമയ്ക്ക് സംഭവിക്കുന്നത്. അത് ഭയങ്കര ഒരു സംഗതിയല്ലേ, നമുക്ക് അങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റും. വലിയൊരു സെറ്റോ അല്ലെങ്കിൽ VFX-ലോ ഒക്കെ നമ്മൾ ചിലപ്പോൾ നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു പരിമിതി ഉണ്ടാവാം. ഇപ്പോൾ ഈ ശങ്കർ എടുക്കുന്ന പോലെ രാജമൗലി എടുക്കും, പക്ഷെ നമുക്ക് ഒരു കുറച്ച് 1000 പേരെ കൂട്ടാൻ ചിലപ്പോൾ നമുക്ക് പറ്റും. അപ്പോൾ അതൊരു ബഡ്ജറ്റുള്ള സാധനം തന്നെയാണ്. എന്നാലും നമ്മുടെ കൈ നിൽക്കുന്ന ഒരു പരിപാടി ചിലപ്പോൾ ക്രൗഡായിരിക്കാം. അപ്പോൾ ക്രൗഡ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞ് ഭയങ്കര രസമുള്ളൊരു സംഭവമായിട്ട് മാറും. അപ്പോൾ എനിക്ക് ഗുരുവായൂർ എന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ഷൻ ടീം മൊത്തത്തിൽ നമ്മൾ കുറേ കാലം ഗുരുവായൂർ താമസിച്ചു. ഞാനും ദീപവും ഡയറക്ഷൻ ടീമും ക്യാമറ ടീമൊക്കെ ഗുരുവായൂർ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു ഈ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ. അപ്പം നമ്മൾ മിക്ക ദിവസങ്ങളും ഗുരുവായൂർ അമ്പലത്തിൽ പോകും. തിരക്കുള്ള ദിവസങ്ങൾ എസ്പെഷ്യലി പോയിരിക്കും. നമ്മളവിടെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെ നോക്കി വയ്ക്കും. ആളുകളുടെ ആക്ടിവിറ്റീസ് കുറിച്ച് വയ്ക്കും. അപ്പം കുറേ പേര് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നു, കുറേ പേര് കല്യാണത്തിന് വരുന്നു, കുറേ പേര് ചുമ്മാ വരുന്നുണ്ടാവും, ചിലവർ ഫോട്ടോഗ്രാഫീസ് ഉണ്ടാവും, അങ്ങനെ പല ആക്ടിവിറ്റീസ്. അപ്പം അത് മൊത്തം നമ്മൾ എഴുതി നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചു. 1500 പേരെ നമ്മൾ 100 പേരുടെ ഓരോരോ ഗ്രൂപ്പായിട്ട് തിരിച്ചു. എന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പോൾ പാസിങ്ങിന് ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ പാസ് ചെയ്യാൻ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഫോർഗ്രൗണ്ടിൽ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഗ്രൂപ്പാണത്. പൊക്കം കുറഞ്ഞവരൊക്കെ ആയിരിക്കും ഫോർഗ്രൗണ്ടിൽ പോകുന്നത്, കാര്യം വെച്ചാൽ ആർട്ടിസ്റ്റുകൾ മറിയാതിരിക്കാൻ. പൊക്കം കൂടിയവർക്ക് പുറകെ കൂടെ പോകും. അത് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കല്യാണം, അതിന് ചുറ്റുപെട്ട് ഒരു 40-50 പേരെ ഒരു ഗ്രൂപ്പ്, അങ്ങനത്തെ ഒരു 10-20 കല്യാണം സെറ്റ് ചെയ്യുന്നുണ്ട്. കല്യാണ ചെറുക്കനും പെണ്ണും ഉൾപ്പെടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഫീൽ ചെയ്യുന്ന ഒരു 15-20 ഗ്രൂപ്പിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊഴാൻ വരുന്ന ആൾക്കാർ,
പ്രാർത്ഥിക്കാൻ വരുന്ന വയസ്സായവർ, പിന്നെ അവിടെ വേറെ പല ആവശ്യങ്ങളായിട്ട് വരുന്നത് ഫോട്ടോഗ്രാഫി, ഇങ്ങനെ ഈ ഗ്രൂപ്പുകൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ക്രൗഡ് ഫീൽ വന്നില്ല. ചുമ്മാ കുറേ പേര് നടക്കുന്നൊരു ഫീൽ നമുക്ക് തന്നെ വന്നില്ല. ഇവർക്കെല്ലാം ജോലിയുണ്ട്, ഇവരുടെ കയ്യിൽ പ്രസാദം ഉണ്ടാവും, പ്രാർത്ഥിക്കാൻ വെക്കലൊക്കെ, പിന്നെ വാഴക്കൊല ഉണ്ടാവാം, മത്തനുണ്ടാവാം, ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോകുന്നവരുണ്ടാവാം. അപ്പം ഇതിനൊക്കെ ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്തിട്ട് ഈ പ്ലാൻ പ്രകാരം എല്ലാം സെറ്റ് ചെയ്തപ്പോൾ പിന്നെ ടെൻഷനേ ഇല്ല. ഇത് ചെയ്യാൻ നല്ല എന്താ പറയുക, നമ്മൾ ഓരോ കമാൻഡ് പറയുന്നതനുസരിച്ചിട്ട് ഡയറക്ഷൻ ടീം ഫുള്ളായിട്ട് അതിന് വേണ്ടി സെറ്റ് ചെയ്തെടുക്കും. അപ്പം അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു തരത്തിൽ മലയാള സിനിമയിൽ ഐ.വി. ശശി സാറിൻ്റെ സിനിമയിൽ കണ്ട ഒരു ക്രൗഡുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ ക്രൗഡിനെ ഉപയോഗിക്കുമ്പോൾ അത് ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലായിരിക്കില്ലായിരിക്കും ഒരുപക്ഷെ കൈകാര്യം ചെയ്തിട്ടുള്ള. ചില സ്ഥലത്തൊക്കെ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് അധികം ശ്രമിക്കാറില്ല. സിനിമയിൽ ഇങ്ങനെ വലിയൊരു ക്രൗഡ്, ഇത്രയും വലിയൊരു ക്രൗഡിനെ കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. പല സ്ഥലത്തും ഉത്സവമൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് ലിമിറ്റേഷൻസ് ഒരുപാട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്ത് ഒരു ലിമിറ്റേഷനും ഇല്ലാതെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, അത് ബ്രില്യൻസ് ആണ്. അല്ല, ആ 22-24 ദിവസം നമ്മൾ ഒരു കോംപ്രമൈസ് ചെയ്യില്ലെന്ന് പ്രൊഡക്ഷൻ ടീമും നമ്മളും ഒക്കെ എടുത്തിരുന്നു. നമ്മൾ ഒരു രീതിയിലും ഇതിനെ വിട്ടുകൊടുക്കില്ല. ആ 22 ദിവസം അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യും. അപ്പോൾ ആര് വന്നാലും, ഇപ്പോൾ പൃഥ്വിരാജും യോഗി ബാബുവും ബേസിലും ഉൾപ്പെടെയുള്ള വലിയ താരങ്ങളാണെങ്കിൽ പോലും ആ ഒരു ഫ്രെയിമിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ നിന്നിട്ടുണ്ട്. അത്രയും ദൂരെ. എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, എല്ലാവരും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഉണ്ട്, എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അതിനകത്ത് ഞാനിങ്ങനെ ഓരോരുത്തരുടെ കൈവെക്കാൻ പറയുന്നുണ്ട്, അനശ്വരയോടും ഈ ബേസിലിനോടും ഇല്ലെങ്കിൽ രാജുനോട് കൈവെക്കാൻ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഹാപ്പിനെസ് പോലെ. ഈ 1500 പേരുടെ ഇടയിൽ ഒരു ഒരു സാധാരണക്കാരെ പോലെ ഇത്രയും പേര് 10-30 പേരെ ഞാൻ ഇട്ടു അതിനകത്ത്. അപ്പം അത് മിങ്കിൾ ചെയ്യാൻ ഒക്കെ അവർ റെഡി ആയിരുന്നു, പ്രൊഡക്ഷൻ റെഡി ആയിരുന്നു. അപ്പം ആ 22 ദിവസം നമ്മൾ ത്രില്ലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് പാളിപ്പോന്നുള്ള പേടിയൊന്നുമല്ല, ഇത് നമ്മൾ ചെയ്തിരിക്കും, ഇത് നമ്മൾ യുദ്ധമാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു ത്രില്ല് ചിലപ്പം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാകും. നമുക്കതൊരു പേടിയുണ്ടായില്ല. നമ്മളത് ആ ഒരു ഡ്രീം പോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തു. സൂപ്പറായിരുന്നു. ദീപു, കുഞ്ഞിരാമായണത്തിൽ നിന്ന് ഗുരുവായൂർ അമ്പലനടയിലേക്ക് എത്തുന്നു. അടുത്ത് നമ്മൾ ചാടി അജയന്റെ 2ാം മോഷണത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതും ഹെവി സിനിമയാണ്. പക്ഷേ ഇപ്പൊ തന്നെ ഒരു ഹെവി സിനിമയുടെ റൈറ്ററാണ്. എന്ന് വെച്ചാൽ സിനിമ ഹെവി ആകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പല ആസ്പെക്ട്സിലാണ് ഇത് ഹെവിനെസ് വരും. കുഞ്ഞിരാമായണം വലിയൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ ആ രീതിയിലല്ല അത് കൺസീവ് ചെയ്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ അതിനെ ഇത് ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് വൈസും കൂടെ നമ്മൾ നോക്കും, പിന്നെ താരങ്ങളെയും കൂടെ നമ്മൾ നോക്കും. ഇത്രയും താരസമ്പന്നമായ ഒരു സിനിമ, ഇത് സിനിമയുടെ ഒറിജിൻ തുടങ്ങുന്ന സമയത്ത് ഡയറക്ടർ വേറെ ആയിരുന്നു, ആ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ ലെവലിലൊരു ഗ്രാഫിൽ ഇതിനെ എലിവേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സിനിമയുടെ ഘട്ടത്തിൽ, ഏതെങ്കിലും ഘട്ടത്തിൽ? ഈ സിനിമ നമ്മൾ 2016 ഞാനും ബിബിൻ ചേട്ടനും കൂടെയാണ് ആലോചിച്ചു തുടങ്ങുന്നത്. പിന്നീട് അത് പല കാലങ്ങളിലും നടക്കാതെ വരികയും വേറെ ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റുകളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും നടക്കാതെ പിന്നെ ഇപ്പോൾ സംഭവിക്കുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യം. കാരണം മുമ്പ് നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സ്കെയിലിലോ ഇത്രയും ബഡ്ജറ്റിലോ നമുക്കത് ചെയ്ത് എടുക്കാനും പറ്റുമായിരുന്നില്ല. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു സിനിമയാണ്. അത് തുടക്കം തൊട്ടേ നമുക്കറിയാം, ഇത് ക്ലൈമാക്സ് ഇങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിന്റെ ബാഹുല്യം എന്നുള്ളത് നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം കഥാപാത്രങ്ങളെയാണല്ലോ നമ്മൾ കാണുക. സ്ക്രീനിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ആർട്ടിസ്റ്റുകളായിട്ട് ഇവരെ കാണുന്നതും. അപ്പോൾ കഥ ഇപ്പം ഡിമാൻഡ് ചെയ്യുന്ന നമ്മളായിട്ട് ഇതിനെ വലുപ്പം കൂട്ടാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ ഇത്രയും കൊണ്ടുവരാന്ന് വെച്ചാൽ ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ എല്ലാവരെയും പ്ലേസ് ചെയ്തിട്ടുള്ളതും. ആർട്ടിസ്റ്റുകളെ ആണെങ്കിലും ഈ പറയുന്ന പുറകെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ ആണെങ്കിൽ പോലും പ്ലേസ് ചെയ്തിരിക്കുന്ന കഥ ഡിമാൻഡ് ചെയ്യുന്ന അങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പൊ കുഞ്ഞിരാമായണം ഒരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ എത്തിയിട്ട് വലിയ വിജയം നേടിയ ഒരു സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് വലിയ സിനിമ തന്നെയായിരുന്നു സ്വപ്നം കണ്ടത്. കാരണം പൃഥ്വിരാജ് ഇതിനകത്ത് ചേരുമ്പോൾ ഇതൊരു വലിയ ക്യാൻവാസിൽ തന്നെ ആയിരിക്കും എന്നുള്ള ഡെവലപ്മെന്റ്. പക്ഷെ ഈ സാധനം തിയേറ്റർ വരെ എത്തുന്നതിന് എക്സൈറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്കുള്ള എക്സൈറ്റ്മെന്റ്സ് അല്ല, ദീപുവിനുള്ള. ദീപു ഇതിന്റെ സൈഡ് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഘട്ടത്തിലാണ് ഒരു പ്രൗഡ് തോന്നൂലേ? ഇത് തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് എനിക്ക് തോന്നുന്നു ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ ആൾക്കാരുടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, ചില സ്ഥലത്തൊക്കെ ആൾക്കാർ കൈയടിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. ഏതൊക്കെ മൊമെന്റ്സ് ആണ്, എവിടെയാണ് ശരിക്കും ആ പ്രൗഡ് തോന്നിയിട്ടുള്ളത്? നമുക്ക് ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഇതിന്റെ ഒരു അത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ നമ്മളെ രണ്ടുപേരെയും വിശ്വസിച്ച് ഈ സ്ക്രിപ്റ്റിലും ഡയറക്ഷനിലും ഡയറക്ടറെയും വിശ്വസിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രയും പേര് അതിനകത്ത് ഇൻവോൾവ് ആവുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ സിനിമ തിയേറ്ററിൽ മറ്റു ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ, കാരണം ഓരോ സീനും കാണുമ്പോഴും നമ്മൾ കാണാൻ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത് ആലോചിക്കുമ്പോഴോ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതിനൊക്കെ ഓഡിയൻസ് തരുന്നൊരു
റെസ്പോൺസ് ഉണ്ടല്ലോ, അത് നമുക്ക് പുതിയൊരു അനുഭവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവര് അതിനെ കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അവര് എടുത്ത്, ചെറിയ ഡയലോഗുകൾ വരെ എടുത്ത് പറയുമ്പോഴൊക്കെ നമുക്കത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പൃഥ്വിരാജും ബേസിലും കൂടെ ആ നിഖിലയുടെ ക്യാരക്ടറിനെ കുറ്റം പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ ബേസിലിന്റെ പല മോഡുലേഷനിലുള്ള ചിരിയുണ്ട്. എനിക്ക് വിചാരിച്ചു എന്ത് രസമായിട്ട് വെച്ചിരിക്കുന്നത്, അയാളുടെ ചിരി കാണുമ്പോണ്ടല്ലോ നമ്മളറിയാതെ ചിരിച്ചു പോകുന്ന ഒരു സാധനമുണ്ട്. അതിൽ കുഞ്ഞു കുഞ്ഞു ഡയലോഗ്സ് ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇംപ്രൊവൈസേഷൻസ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? അതേ ഡയലോഗ് അതേപോലെ ഉണ്ടായിട്ടുണ്ട്. ആർട്ടിസ്റ്റിന്റെ സൈഡിൽ നിന്ന്, എല്ലാ ആർട്ടിസ്റ്റിന്റെ സൈഡിൽ നിന്ന് ഇംപ്രൊവൈസേഷൻ ഉണ്ട്. അതൊക്കെയും നല്ല നല്ല രസമുള്ള ഇംപ്രൊവൈസേഷൻസ് ഉണ്ട്. ഡബില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും നല്ല ചിരി കിട്ടുന്ന, തിയേറ്ററിൽ നല്ല ചിരി കിട്ടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ചിരിയുടെ കാര്യം പറയുമ്പോൾ പൃഥ്വിരാജും ബേസിലും കൂടെ കാണുന്ന സമയത്ത് ഫസ്റ്റിൽ പൃഥ്വിരാജിന്റെ ഒരു ചിരിയുണ്ട്. ആ ചിരി ഇന്നേ വരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചിരി സാധ്യമാകുമ്പോൾ തന്നെ ഈ ആർട്ടിസ്റ്റ് ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കോമഡി ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ പാവാടയും ഒന്ന് രണ്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതിലൊക്കെ ചെറിയ ചെറിയ ആക്ഷേപങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഇതിനകത്ത് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് പൃഥ്വിരാജിന് ഭയങ്കരമാണ്. അതൊരു ഡയറക്ടർ ബ്രില്യൻസ് കൂടെയാണ്. കാരണം എന്താണ് വേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഇതുണ്ട്. അതും വേറൊരു ജോണറിലുള്ളൊരു പടം, ആടുജീവിതം പോലൊരു ജോണർ കഴിഞ്ഞിട്ട് നേരെ ഇത്തരം ഒരു കോൺട്രാസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു പരിപാടിയാണ്. അത് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അതിനൊരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ തിയേറ്ററിൽ അതിനും കൂടെ കൈയടി കിട്ടിയപ്പോൾ വിപിൻ എന്താ തോന്നിയത്? സന്തോഷം തോന്നി. ഒന്നാമത്തേരും അത് ഭയങ്കര ട്രോൾ ചെയ്യപ്പെട്ടൊരു സമയമായിരുന്നു ആ ടീച്ചറിൽ വന്ന ആ ഷോട്ട്. അപ്പം ഞാനത് ഇന്റർവ്യൂ പറയായിരുന്നു, ആ ഷോട്ടിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ സിനിമയുടെ വിജയപരാജയങ്ങളെ കുറിച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴോ അതിൻ്റെ എഴുതുമ്പോഴോ ഇല്ല ഒരു പ്രോസസ്സിൽ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പം ടോട്ടാലിറ്റിയെ കുറിച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ചില സീനുകൾ നമുക്ക് ഭയങ്കരമായിട്ട് വർക്കായി എന്ന് ഫീൽ ചെയ്യും. അതിപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോഴും രാജുവിനാണെങ്കിലും ഇപ്പം ദീപുവിനാണെങ്കിലും ഇപ്പം ബേസിലാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാം ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും ചിരി വരുന്നുണ്ടാവും. അപ്പം അവിടെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം രാജുവും ചോദിച്ചു ഇത്രയും വരണോ? അപ്പം ഞാൻ പറഞ്ഞു അല്ല, നമ്മളാ സീൻ മൊത്തം വരുമ്പോൾ ചിലപ്പോൾ അത് രസം ഉണ്ടാവും. കാര്യം ഈ റൊമാൻസ് ആണല്ലോ ഇവര് കാണുമ്പം. അപ്പം ബേസിൽ ആദ്യം ചിരിച്ചോണ്ടൊരു സാധനമാണ് ചെയ്തത് ആദ്യത്തേല്. അപ്പോൾ ബേസിൽ നിന്നിട്ട് രാജുവിൻ്റെ ചിരി കണ്ടപ്പോൾ ബേസിൽ പറഞ്ഞു ഞാൻ വേറൊരെണ്ണം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ബേസിൽ തിരിച്ചിപ്പുറത്ത് ബേസിൽ ഇമോഷണലി ഒരെണ്ണം ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, ഇയാളുടെ മനസ്സിൽ രാജു എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരാളാണ്, ഭയങ്കര ഇൻസ്പയറിംഗ് പേഴ്സൺ ആണ്, ഹീറോ ആണ്. മറ്റേയാൾക്ക് സന്തോഷമാണ്. അപ്പോൾ ഞാൻ അത് പിടിക്കട്ടെ എന്ന് വെച്ച് അപ്പോൾ ആ കോൺട്രാസ്റ്റ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ ഇവരുടെ നമ്മുടെ ഓഫ് സ്ക്രീൻ ഇമേജ് നമുക്ക് അതിനകത്ത് ഗുണം ചെയ്യുന്നുണ്ട്. രാജുവിന്റെ ഓഫ് സ്ക്രീൻ ഇമേജ് നമുക്ക് അറിയാം, ഭയങ്കര സലാർ ചെയ്യുന്ന, ആടുജീവിതം ചെയ്യുന്ന, ഇല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ആയിട്ട് ആക്ടർ, എല്ലാത്തിനെ കുറിച്ച് നല്ല വിവരമുള്ള, ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന. അപ്പൊ നമ്മളെക്കാട്ടൊക്കെ അങ്ങനെ മേളിൽ നിൽക്കുന്ന, നമുക്കൊന്നും എന്താ പറയാ, ഒന്ന് പോയി സംസാരിക്കാൻ പേടിയുള്ള ഒരാൾ തന്നെയാണ്. ഇയാളുടെ ശരീരവും ഈ പറഞ്ഞ അയാളുടെ വ്യക്തിത്വം എല്ലാം വെച്ചിട്ട് ബേസിൽ അങ്ങനെയല്ല, നമുക്ക് ഒരു ഹോംലി ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഒരാളാണ്. അപ്പം ഈ രണ്ട് കോൺട്രാസ്റ്റും വരുമ്പം ഇവർ രണ്ടുപേരും ചെയ്യുന്ന എല്ലാ പരിപാടിക്കും നമുക്ക് ആ ഗുണം ഉണ്ടായി. അപ്പൊ അത് നമ്മൾ എഴുതിനേക്കാൾ മേളി വരുന്നത് ഈ ഓഫ് സ്ക്രീൻ ഇമേജും അതിനകത്ത് വർക്കായിട്ടുണ്ട്. പിന്നെ ഈ രാജു അത് മോശമാക്കുമെന്ന് വിചാരിച്ച് പലരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതങ്ങനെ ആയിരിക്കും എന്ന് വെച്ചിട്ട് ഒരു മുൻധാരണയോടെ വന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ആ ധാരണയും കൂടെ പൊളിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം എനിക്കിപ്പം ലാസ്റ്റൊക്കെ ആള് വീഡിയോ അയച്ചു തരണം, അല്ലെങ്കിൽ എന്താ പറയാ തിയേറ്ററിൽ നിന്നപ്പം ആ കണ്ണാന്തമ്പിന്നുള്ള പാട്ട് കേൾക്കാനില്ല ആ വീഡിയോയിൽ. അത്രയും ക്രൗഡ് ബഹളമായിരുന്നു, ഫിസ് അടിക്കുകയും ഇല്ലെങ്കിൽ ബഹളം വെക്കുകയും ഭയങ്കരമായിട്ട് ചിയർ ചെയ്യുന്ന സാധനങ്ങൾ, സ്ത്രീകളുടെ ചിരിയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ തിയേറ്ററിൽ പത്മയിലും അതിൽ പല തിയേറ്ററിലും പോയപ്പോഴും പല സമയത്തും ഈ അഴകിലയിലും കണ്ണാന്തമ്പി കേൾക്കാതിരിക്കുന്നത് ഇവരുടെ ഈ പ്രസൻസ് ആളുകൾ ആ ഷോട്ടിൽ തന്നെ, അത് ആ ഡോർ തുറക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴേ തന്നെ ആളുകൾക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് അവരുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഫീൽ അവർക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. അടിപൊളിയാ. അഴകിയ ലൈല എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരു കാലഘട്ടത്തിൽ അത്രയും ത്രസിപ്പിച്ച ഒരു പാട്ടാണ്. പക്ഷെ അത് നിങ്ങൾ വേറൊരു കോൺട്രാസ്റ്റിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ ഉണ്ടല്ലോ പൊള്ളി സാധനം. അതേപോലത്തെ കണ്ണാന്തമ്പി ഇടുമ്പോൾ ഈ നീളം കൂടി പോകുമെന്ന് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുക തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത്രയും ലെങ്ത് വെച്ച് എത്ര നന്നായി, ഇവരെത്ര നന്നായിട്ട് ജഡ്ജ് ചെയ്തു, നമ്മളെ പ്രേക്ഷകർ ജഡ്ജ് ചെയ്തു. കാരണം നീളം വേണം, കാരണം ഷോട്ടിങ് ഇങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഇത് നീളം രസമുണ്ടല്ലോ എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ. അപ്പം അതെങ്ങനെ ജഡ്ജ് ചെയ്ത് ഇത്രയും നീളം വേണം എന്നുള്ളത് ആ സീനിന്? അല്ല, ഈ പാട്ടിന്റെ ടൈമിങ്ങിനാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഇവരുടെ ഇമോഷൻസ് അല്ല ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുത്തു. ഈ പാട്ട് ശരിക്കും ഒരു എന്താ പറയുക, നമ്മൾ ട്രോൾ ചെയ്യുന്ന ഒരു ഫീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സിസ്റ്റേഴ്സ് പോലെ രണ്ട് ബ്രദേഴ്സ് കാണുന്നുള്ള സാധനം. അപ്പം അവർ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ട് പോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ ഷൂട്ടിംഗ് ടൈമിൽ പ്ലേസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വർക്കായി. അപ്പം ആ പാട്ടിന്റെ ടൈമിങ്ങിലാണ് നമ്മൾ
ഷോട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ ലെങ്ത് വന്നതും, ഇല്ലെങ്കിൽ ആ ഇമോഷൻ കറക്റ്റ് ആണ് കിട്ടുന്നത്. നമ്മളിപ്പം ചിങ്കിരി മുത്തല്ലി എന്ന് പറയുമ്പോൾ ബേസിലെയും വാവേ വാവാച്ചി എന്ന് പറയുമ്പോൾ രാജുവിനെ കാണുമ്പോൾ ആളുകൾ ചിരി കൂടുകയാണ് ചെയ്തത്. അപ്പം അത് കറക്റ്റ് ടൈമിൽ വരാനുള്ള എല്ലാ സെറ്റും നമ്മൾ ചെയ്തു ഷോർട്ട് വിഷനിൽ. അല്ല, ആദ്യമേ തന്നെ അപ്പോൾ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ഈ ഷോർട്ട് പാട്ട് ഇത് വേണമെന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇല്ലെങ്കിൽ ഇത്രയും ലെങ്തിൽ ഷോർട്ട്സ് എടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഉറപ്പായിട്ടും നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ എടുക്കും, ചില കുറച്ചുകൂടെ ലെങ്ത് ഒക്കെ ഉണ്ടല്ലെങ്കിൽ. പക്ഷെ നമ്മൾ എഡിറ്റിൽ അത് കൃത്യമായിട്ട് ടൈമിങ്ങിൽ ഈ വാക്ക് വരുമ്പോൾ ഇന്ന ആളും ഈ വാക്ക് വരുമ്പോൾ ഇന്ന ആളും വരണം എന്ന് ഒരു പ്ലാൻ അപ്പോഴേ ഉണ്ടായി. അപ്പോൾ അത് ആ കറക്റ്റ് ഫിറ്റ് ആവും. ഈ ലെങ്തിനെ കുറിച്ച് ആളുകൾ വറി ചെയ്യില്ല. നമ്മൾ എൻഗേജ്ഡ് ആവുന്നിടത്തോളം കാലം ആൾക്ക് ഇപ്പം ചില സിനിമകൾ 3 മണിക്കൂറുള്ള സിനിമകളൊക്കെ ഭയങ്കര എൻഗേജ് ആയിട്ട് കണ്ട ആൾക്കാരുണ്ട്. എന്നാൽ ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ സിനിമ പോലും ചിലപ്പോൾ നമുക്ക് ലാഗായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് അല്ല വിഷയം, ആളുകൾ എത്രത്തോളം അതിനകത്ത് ഇന്നാക്കുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പം അതിനകത്ത് ആളുകൾ ഭയങ്കരമായിട്ട് ഇന്നായി, പാട്ടും ഇവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഇന്നായപ്പോൾ പിന്നെ ആ ലെങ്ത് ഒരു വിഷയമേ അല്ല. അടിപൊളി. ഓൾമോസ്റ്റ് 2 മിനിറ്റ് കൂടുതൽ ഉണ്ടെന്നുള്ളൂ. പക്ഷെ അറിയുന്നില്ല. ഞാനിത് നമ്മൾ ജഡ്ജ് ചെയ്യുമല്ലോ, ഇത് പോകുമ്പോൾ ഷോർട്ട് കൂടുതൽ പോകുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ആസ്വദിക്കുന്നുണ്ട് സെയിം ടൈം. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് വിപിൻ എങ്ങനെ ഇത്രയും നമ്മുടെ മനസ്സിങ്ങനെ ജഡ്ജ് ചെയ്ത് ടൈം. നമ്മൾ ഓഡിയൻസ് ആണല്ലോ, കാണാൻ ഇഷ്ടമുണ്ട്. അത് അപ്പൊ ആ ജഡ്ജ്മെന്റാ പോകുന്നത്, വേറെ ഒന്നും അതിനകത്ത് എടുക്കാനില്ല. അതെ അതെ. ഈ അഖിൽ കവലയൂരിന്റെ ഒരു ഷോട്ട് കുഴി ആണ്, അത് ദൃശ്യം റെഫറൻസ് ആണ്. അത് അങ്ങനെ തന്നെ വരുമെന്നുള്ളത് അറിയായിരുന്നോ? വിപിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ തന്നെ വരുമോ, അങ്ങനെ ഒരു കട്ട് വരുമോ എന്നുള്ളത് അറിയായിരുന്നോ? ഇല്ല, അത് റെഫറൻസ് ആയിട്ട് ഇല്ല. അങ്ങനെ ഒരു പണിയെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ പ്ലേസ് ചെയ്ത്. പിന്നെ വാഴ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വാഴയ്ക്ക് വേറെ റെഫറൻസ് കൂടെ കിട്ടി, വാഴ സിനിമയ്ക്ക്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മള് അതിന് തൊട്ടുമ്പോഴേ സീനും തൊട്ട് ശേഷമുള്ള സീൻ നമുക്ക് അറിയില്ല. നമ്മൾ അങ്ങനെ സീന് വേണം, അഖിൽ കവലുമായിട്ട് ഒരു സീന് വേണം. അതായത് അവര് പാച്ചപ്പ് ചെയ്യുന്ന സീനാണ്. പക്ഷെ അതിന് തൊട്ടുമ്പോൾ സീൻ വരും, ശേഷം സീൻ വരും. നമ്മൾ സീൻസ് ഓൺ ദ സ്പോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ രാജ്യം ചോദിക്കുന്നത് ഇതിന് മുമ്പുള്ള സീൻ നമ്മൾ അതെനിക്കറിയില്ല, ഇതിന് ശേഷമുള്ള സീൻ അതും എനിക്കറിയില്ല, അതെങ്ങനെ ഷൂട്ട് ചെയ്യും, നമ്മൾ സീൻ വേണം പക്ഷേ നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാം, നമുക്ക് ഇത് എടുക്കാന്ന് പറയാം. അപ്പൊ രാജു ഞാൻ ആദ്യമായിട്ടാണ് എന്റെ 10-25 വർഷത്തെ ചരിത്രത്തിൽ ബിഫോർ ആഫ്റ്റർ അറിയാതെ സീൻ ഷൂട്ട് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളി തമാശക്ക് പറഞ്ഞ് ഷൂട്ട് ചെയ്യാം. അപ്പം ഈ ദൃശ്യം കണക്ഷനൊക്കെ പിന്നീട് ആളുകൾക്ക് ഉണ്ടാകുന്നത് നമ്മൾ പിന്നെ അറിയുന്നത് ഈ തിയേറ്ററിൽ കണ്ടിട്ട് ആളുകൾ പറയുമ്പോഴാണ്. പിന്നെ നമ്മുടെ ബ്രില്യൻസ് ആയിട്ടിരിക്കേണ്ടത് അത് ബ്രില്യൻസ് അല്ല, അപ്പോ അടിപൊളിയല്ലേ? പക്ഷെ സൂപ്പറായിട്ട് വന്നിട്ട് ഞങ്ങൾ അയ്യോ ഇത് കൊള്ളാലോ, ഇത്രയും വർക്ക് ചെയ്തല്ലേ ഇത് വരുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. അത് സൂപ്പറായിരുന്നു. അതേപോലെ തന്നെ ഈ മറ്റേ നമ്മുടെ ഗോഡ് ഫാദർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് കേട്ടോ ഗോഡ് ഫാദർ. ആ ഗോഡ് ഫാദറിൽ കെട്ടട കൊട്ടട എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ അതിന് മുമ്പേ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. അതാണോ എന്ന് അറിഞ്ഞൂടാ. ആ പണി എടുത്തോണ്ടിരിക്കില്ലേ പന്തൽ പണിക്കാർ, അപ്പൊ നിർത്താൻ പറയില്ലേ, ആ നിർത്താൻ പറയുമ്പോൾ എനിക്ക് ഗോഡ് ഫാദർ അടിച്ചു. അത് ശരിക്കും നിങ്ങൾ ആ റെഫറൻസ് തന്നെയാണോ? അതിൽ അവിടെ റെഫറൻസ് എടുത്തിട്ടില്ല, അതും എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ മറ്റ് തെങ്കാശി പട്ടണം എടുത്തിട്ടുണ്ട്. തെങ്കാശി പട്ടണത്തിൽ അടി കൊള്ളുമ്പോൾ ദിലീപ് ഏട്ടൻ തലയിൽ പാത്രം വെക്കുന്ന ഒരു സീനിൽ വീണ് അടി കൊള്ളാതി, അതാണ് നമ്മൾ ആ ഹെൽമെറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ റെഫറൻസ് ആയാലും ഇപ്പം ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് അടി കൊള്ളാതിരിക്കാനാണെന്നും അത് ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നത് റെഫറൻസ് ആണ്. നമ്മള് ചില സാധനങ്ങൾ നമ്മൾ അറിഞ്ഞെടുത്തിട്ടുണ്ട്, ചിലത് അറിയാതെ. ക്ലൈമാക്സ് മറ്റേ താലി വരുമ്പോഴത്തേക്ക് തന്നെ മറ്റേത് അടിക്കുന്നുണ്ട്. പലരും റിവ്യൂല് പറഞ്ഞു അത് ഇത്ര യൂസ് ചെയ്യുന്നത് ആ ഒരു കെട്ടട കൊട്ടട ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടായിരുന്നു നന്നായി എന്നൊക്കെ. അതെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിടിച്ചിരുന്നുണ്ടല്ലോ, നമ്മൾ പൊട്ടിച്ചിരിച്ചേനെ. നിങ്ങൾ പറയാത്ത പല സാധനങ്ങളും ഞങ്ങൾ പറയുന്നത് അത് ഭയങ്കര സുഖമുള്ളൊരു ഏർപ്പാടല്ലേ. ചിലത് നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടാതിരിക്കുകയും പാളിയിട്ടുണ്ട്, ചിലത് അറിയാതെ പോലെ പോയിട്ടുണ്ട്. ഇതിലൊരു സ്പേസിലാണ് നമുക്ക് കുറച്ചൊരു അയ്യോ അവിടെ ടെമ്പോ കുറയുന്നുണ്ട് എന്ന് തോന്നിയത്. അതായത് യോഗി ബാബുവിന്റെ സീൻസിൽ ചില സ്ഥലത്ത് ടെമ്പോ കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കേട്ടതിൽ ഒരു വിമർശനം എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തതായിട്ടുള്ള പേഴ്സണലി. ബേസിക്കലി ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. യോഗി ബാബുവിനും ഒരു ആഡ് ഓൺ മ്യൂസിക് ഉണ്ടായിരുന്നു, നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴൊക്കെ അതുണ്ടായിരുന്നു. നമ്മൾ ഫൈനൽ മിക്സ് ചെയ്ത് ഔട്ട് എടുത്തപ്പോൾ ആ മ്യൂസിക് മ്യൂട്ടായി പോയി. അപ്പൊ അത് ആ ഒരു എക്സ്ട്രാ ലെയർ ഉണ്ട്, ആ സാധനം കൂടെ വരുമ്പോഴാണ് ആ മ്യൂസിക് പുഷ് ചെയ്ത് വരുന്നത്. ഭയങ്കര ഇന്റർഫിയർ ഉണ്ടായിരുന്നു. ആ സാധനം മ്യൂട്ടായി പോയി ലാസ്റ്റ് മിനിറ്റിൽ. അപ്പൊ ഞാനത് നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് ഔട്ട് വിട്ട് പിന്നെ കാണുന്നത് തിയേറ്ററിലാണ്. അപ്പൊ തിയേറ്ററിൽ നമ്മൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ ആ സാധനം മ്യൂട്ടായി പോയപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് നമ്മുടെ മ്യൂസിക് പറയുന്നത് കൊടുത്തപ്പോഴും അത് മ്യൂട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പഞ്ച് അവിടെ കുറഞ്ഞില്ലേ, അത് കയറിപ്പോയനെ. അതൊരു ഭയങ്കര മിസ്റ്റേക്ക് ആയിട്ട് തോന്നി. വേണമെങ്കിൽ അത് റീച്ച് ചെയ്യാന്ന് വെച്ചപ്പോഴത്തേക്കും പിന്നെ എല്ലായിടത്തും ഇത് പോകണം എന്നുള്ള ഇതൊക്കെ അത് തിയേറ്ററിൽ കാണുമ്പോൾ ഞാനും ഷോക്കി പോയി, ആ സാധനം ഇവിടെ പോയി എന്നുള്ള ആലോചിച്ചു. ഒന്ന് രണ്ട് അതിനുശേഷമുള്ള ആ ബാർ സീക്വൻസിലൊക്കെ ബേസിലും കൂടെ ഉണ്ടായിരുന്നു. ബേസിലും രാജു കൂടെ ഒരു സീൻ ഉണ്ടായിരുന്നു അതിനകത്ത്.
നല്ല രസകരമായിട്ട് സീൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബേസിൽ അവൈലബിൾ ആയ സമയത്ത് രാജു ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഷെഡ്യൂളൊന്നും, അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് രാജു ലാസ്റ്റാണ് ആ സീനിലോട്ട് വരുന്നത്, ഫെബ്രുവരി ടൈമിലൊക്കെ. അപ്പത്തേക്കും ബേസിൽ വേറെ സിനിമകളുടെ ഗെറ്റപ്പിലോട്ടൊക്കെ മാറി മീശയൊക്കെ വെച്ചിട്ട് ബേസിൽ അത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ സീനിൽ ആ റീലിൽ മാത്രം ബേസിലും രാജു നമ്മുടെ കോംബോ സീൻ ഇല്ല. അപ്പൊ നമ്മളെല്ലാ റീലിലും അത് കണ്ട് ഭയങ്കര ത്രില്ലടിച്ചും ആ സീനിൽ രണ്ടുപേരും ഇല്ല, ആ റീലില് രണ്ടുപേരും ഇല്ല. എനിക്കൊന്ന് ബേസിലെ പാട്ടല്ലാതെ രാജു ബാറിലുണ്ടെന്നല്ലാതെ ഇവര് തമ്മിലുള്ള കോംബോ ആ റീലില്ല, ഒരു 10-15 മിനിറ്റ് ഇല്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഫില്ലായിരുന്നു. രസകരമായ ഒരു സീനുമായിരുന്നു, കുറച്ചുകൂടി കോമഡിയൊക്കെ ഉള്ള രസമുള്ള സീൻ. പക്ഷെ അത് രണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഹോൾഡ് ചെയ്ത് ഓണം വരെയൊക്കെ പടം പിടിച്ചു നിർത്തേണ്ടി വരും. അപ്പൊ പിന്നെ അത് വലിയ പ്രശ്നം വരില്ലെന്ന് വിരിച്ചിട്ട് വിട്ടാണ്. പക്ഷെ സിനിമ ആൾക്കാർ ഇങ്ങനെ എൻജോയ് ചെയ്ത് വരും, അവിടെ ഒരു ഡൗൺ വരും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതെ, വിപിനെ ശരിക്കും എനിക്ക് പേഴ്സണലി മുദ്ഗവ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ അതൊരു ഡിഫറെൻ്റ് അപ്രോച്ച് ആയിരുന്നു. അങ്ങനെ ഒരു ത്രെഡിനെ അങ്ങനെ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഡിഫറെൻറ്റ് ജോണറിൽ അന്താക്ഷരി ചെയ്തപ്പോൾ ഇയാൾ കൊള്ളാലോ എന്നുള്ള സാധനം. പിന്നെ ജയ ജയ ഹേ ജയ വരുന്ന സമയത്തും ഞാൻ അയ്യോ ഇത് ഈ സംവിധായകൻ കുറച്ച് കൂടുതൽ ചിന്തിക്കുന്ന ആളാണല്ലോ എന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് ഈ ഗുരുവായൂർ അമ്പലം നടയിൽ ഞാൻ ഓപ്പൺ മൈൻഡായിട്ടാണ് പോയിരുന്നത്. ഇയാൾ എന്ത് കാണിച്ചാലും ഞാൻ കാണും എന്നുള്ളൊരു സാധനം ഇല്ലേ. അപ്പോൾ ഉണ്ടല്ലോ എല്ലാം വന്നിട്ട് അങ്ങ് നെഞ്ചിൽ കയറുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് പൂക്കുറ്റിയായിട്ട് പോവും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രേക്ഷകരുടെ റെസ്പോൺസും ഒക്കെ വരുന്നതിൽ ഏറ്റവും നല്ല റെസ്പോൺസോ അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നുന്ന റെസ്പോൺസ് ഒക്കെ എനിക്ക് ഏറ്റവും എല്ലാവരും ചിരിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ റെസ്പോൺസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമ തീരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന കുറെ പേര് പറഞ്ഞു, തീരണ്ട ഇല്ല സിനിമ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആവായിരുന്നു. ഞങ്ങളൊരു 15 മിനിറ്റോളം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പടത്തിൽ. ലാഗ് ചെയ്യോ അല്ലെങ്കിൽ കോമഡി വർക്കാവുന്ന പേടി, നമുക്ക് പേടി ഉണ്ടാവുമല്ലോ, എല്ലാ കോമഡി വർക്കാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ആളുകൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു സിനിമ തീരരുതേ എന്ന് പറഞ്ഞ ആളുകൾ കാണുന്നൊരു അവസ്ഥ. നമ്മൾ പണ്ടത്തെ സിനിമകൾ ഇപ്പം നെങ്കാശിവട്ടം പോലത്തെ സിനിമകളിൽ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ 2 കൺട്രീസ് അല്ലെങ്കിൽ വെട്ടം പോലത്തെ സിനിമകൾ നമ്മൾ അങ്ങ് ആഗ്രഹിച്ചിട്ടുള്ളൂ. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഇതങ്ങ് തീരെ. എനിക്ക് കാക്കക്കുയിലാണ് ഭയങ്കര ആഗ്രഹം അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാക്കക്കുയിൽ തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഡേ കാണുമ്പോൾ ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സിനിമ തീരലേന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനത് ഭയങ്കര ഇഷ്ടപ്പെട്ട് പുറത്തിറങ്ങി ഭയങ്കര സിനിമ എന്ന് പറഞ്ഞിട്ട് ആ പടം പരാജയമായിപ്പോയി. അപ്പം ഞാൻ ഷോക്കായിരുന്നു എനിക്ക് ആ പടം പരാജയപ്പെട്ടോ. കാര്യം എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ കണ്ടിന്യൂ ചെയ്തിരിക്കാൻ, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. അപ്പോൾ അത് നമ്മളിങ്ങനെ മനപ്പുറം ഇതിനകത്ത് ഇട്ടിട്ടൊന്നുമില്ല. പക്ഷെ അതേ ഒരു ഫീൽ ആളുകൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര, എൻ്റെ സിനിമ അങ്ങനെ പറയുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഇത് തീരരുതേന്ന് കുറേ പേര്, കുറേ സ്ത്രീകളും അല്ലെങ്കിൽ കുട്ടികളും അല്ലെങ്കിൽ ഈവൻ ടീനേജ് പയ്യന്മാരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു സിനിമ തീരണ്ടാന്ന് തോന്നി എന്ന് പറഞ്ഞൊരു കമന്റ്. ഒരാളല്ല പറഞ്ഞു, ഒരു 5-6 പേര് പറഞ്ഞു, കുറച്ച് വോയിസ് മെസ്സേജ് വന്നു. അപ്പോൾ അതെനിക്ക് അത് എപ്പോഴും മനസ്സിലിരിക്കുന്ന ഒരു ധാരാളം. ഇപ്പോൾ ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബേസിൽ പൃഥ്വിരാജ്, നെക്സ്റ്റ് ആരാ? അല്ല അങ്ങനെ നമ്മൾ ആക്ടേഴ്സിനെ നോക്കി അല്ല അറിയാം, എങ്കിലും ഒരു ചോദ്യം. ഗ്രാഫ് പ്രകാരം നമ്മുടെ സിനിമകൾ വർക്കാകുന്നതനുസരിച്ച് വലിയ വലിയ ഹീറോസ് വരികയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഗുരുവായൂരപ്പൻ്റെ താഴെ പോയി വീണ്ടും ഞാൻ താഴെ ഒന്നേന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നില്ല. അപ്പം ഇത് പോകുന്നവരെ പോട്ടെ. അപ്പൊ അടുത്ത് സൂപ്പർ സ്റ്റാറുകളിൽ ആരാണ്? അല്ല ഫാദർ എസ് ജെ സൂര്യ മൂവിയാണ് ഇപ്പോൾ ഡിസ്കഷനിലുള്ളത്. പിന്നെ രാജു പടം കൂടെ. ഇത് രണ്ടാണ് ഞാൻ ഇപ്പം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ലോക്കാക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ്. അടിപൊളി, അത് മുന്നോട്ട് പോട്ടെ. അജയന്റെ 2ാം മോഷണം ഒന്നും പറഞ്ഞിട്ടില്ല, പറയും. അതില് ഞാൻ അഡീഷണൽ സ്ക്രീൻ പ്ലേ ആണ് ചെയ്യുന്നത്. അതിന്റെ എഴുതിയിരിക്കുന്നത് സുജിത് നമ്പ്യാർ എന്ന് പറഞ്ഞ സുധനാണ്. അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, സിനിമ കാണാനുള്ളതല്ലേ, അതിനെ കുറിച്ച് പറയാനുള്ളതല്ലല്ലോ. അല്ല ഇടയ്ക്കൊക്കെ പ്രൊമോഷൻ ഒക്കെ ആവാം. നമ്മൾ പറയാത്തൊക്കെ അവര് പറഞ്ഞു വരുന്നത് ഒരു ഫാന്റസി 3Dയിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ഫാന്റസി മൂവിയാണ്. അപ്പൊ പറഞ്ഞ പോലെ അതിന് അതിൻ്റെതായിട്ടുള്ള നമ്മളൊരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ മലയാളത്തിൽ കാണാത്തൊരു കഥയാണ്. അല്ലെങ്കിൽ പല കാലഘട്ടങ്ങളിലുള്ള ഒരു 3 ക്യാരക്ടർ, ടോവിനോ 3 ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സ്കെയിലാണ് അത് അണിയിച്ചൊരുക്കുന്നത്. അപ്പോൾ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും ഇപ്പോൾ 1 വർഷത്തിന് മീതിയായി ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ട് വരുന്നുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ നിഖില വിമലിന്റെ ക്യാരക്ടർ നിങ്ങൾ ഡയലോഗ്സ് അധികം കൊടുത്തില്ല, നല്ലതാണ്, ബ്രില്യൻസ് ആണ്. പക്ഷേ കുറച്ചൊക്കെ ഡയലോഗും കൂടെ കൊടുക്കാറുന്നില്ലേ? അത്രയും വലിയൊരു ഒരുപാട് പേർക്ക് ഡയലോഗുകൾ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ ചിലത് കട്ടായി പോയിട്ടുണ്ട് ചില സീനുകൾ. അപ്പോൾ നമുക്ക് അങ്ങനെ പൂർവ്വം ഡയലോഗ് കുറയ്ക്കാന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല.
ആവശ്യമുള്ള കാരണം ആ ഒരു സീനിൽ ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ ആ ഒരു സീൻ ഉണ്ടല്ലോ, അതിനകത്ത് രാജുവേട്ടൻ്റെ ഡയലോഗാണ്, രാജുവേട്ടനാണ് ഡയലോഗ് ഇല്ലാത്തത്, നിഖിലയാണ് സംസാരിക്കുന്നത് അത്രയും. അപ്പോൾ അങ്ങനെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് പോകുന്നത്. മണ്ടത്തരം പറയുന്നവർക്കാണ് ഡയലോഗ്സ് കൂടുതലുള്ളത്. നിഖിൽ അത്രയും മണ്ടത്തരം പറയുന്നവരാണ് നമ്മള് ക്യാരക്ടർ അങ്ങനെയല്ല. അതൊന്ന് രണ്ടുപേരും നിഖില സംസാരിച്ച സിനിമ അവിടെ തീരും ചിലപ്പോ. അതൊരു കാരണമായിരുന്നു. എങ്ങനെയാ ഗൈഡ് ചെയ്തത് വിപിനെ? അവരുടെ എക്സ്പ്രഷൻസിന് ഗൈഡൻസ് വേണമല്ലോ. അതെ, അത് നിഖില് നമ്മള് മാത്രം പ്രത്യേകിച്ച് ഒരു കൂട്ടിലിട്ട് വർക്ക് ചെയ്ത ഒരു സീൻ ഉണ്ടായിരുന്നു. നിഖിലേക്ക് ഉണ്ടായിരുന്നു, നമുക്കുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും എന്തും പറയാം, എങ്ങോട്ടും സംസാരിക്കാം, എന്തും കയ്യിൽ നിന്ന് പറയാം. നിഖില അവജ്ഞാനിയിൽ വെറുതെ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ തന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു, ഓമയാണ് ഡയലോഗൊന്നുമില്ലല്ലോ, ഓമയാണെന്നൊക്കെ. പിന്നെ പ്രോപ്പർട്ടി വണ്ടി കയറ്റി വിടാം, കാറ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയൊക്കെ. കാര്യം ആ ക്യാരക്ടർ അങ്ങനെയാണ് മോൾഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സെൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ക്യാരക്ടർ നമ്മൾ കാണിക്കുമ്പോഴും ബുക്ക് വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ പഠിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കാണിക്കുന്നത് അവൾക്ക് ഇച്ചിരി സെൻസ് ഒക്കെ ഉണ്ട്. ഈ മണ്ടന്മാരെ പോലെയൊന്നും അല്ല എന്ന് കാണിക്കുന്ന. ഇപ്പം നമ്മൾ അനശ്വരയുടെ ക്യാരക്ടർ അഞ്ജലി കാണിക്കുമ്പോൾ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിഖിലെ കാണിക്കുമ്പോൾ പുസ്തകം വായിക്കുകയും കോഫി കുടിക്കുകയും കുറച്ചുകൂടി ഒരു സെൻസിബിളായിട്ട് പെരുമാറുന്ന ഒരാളായിട്ടാണ്. അപ്പം അത്രയും ഒരാൾ ഇതിനെ സെൻസിബിളായിട്ട് സംസാരിച്ച സിനിമ തന്നെ ഡൈവേർട്ടായി പോകും. അപ്പൊ അത് കുറച്ച് ഒന്ന് നമ്മൾ ഹൈഡ് ചെയ്ത് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് കുറച്ച് നേരത്തെ. അതിനകത്തൊരു ബ്രില്യൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ഡയലോഗ് ഇല്ലാത്തത് നല്ലതായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ വിപിന് കൂടുതലും ശ്രദ്ധിക്കേണ്ടി വന്നത് നിഖിലയാണോ? കാരണം അത് അയാൾക്കാണല്ലോ അതിനകത്തൊരു ഒന്നും പാടില്ല. നിഖിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കുറെ നമ്മൾ ബാക്കിയുള്ളവർ കൊടുത്ത പോലെ ഈ പറഞ്ഞ റീഷൂട്ട് ചെയ്യുന്നുണ്ട്. നിഖിലയുടെ സീക്വൻസ് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെയല്ല, കുറച്ചും കൂടി വേറെ മാറ്റത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ക്ലൈമാക്സിൽ പ്രശ്നം വരും എന്ന് പറഞ്ഞിട്ട് പല സീനുകൾ നിഖിലയുടെ റീഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷോർട്സുകളൊക്കെ, ചില ഷോർട്സുകൾ, ചില ഡയലോഗ് ഉള്ള ഡയലോഗ് ഈ ഡയലോഗ് ഉണ്ട്, ഡയലോഗ് ഇല്ലാതെ നിൽക്കുന്ന ഒരു ഷോട്ട് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് റീഷൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിഖില ഉള്ള ഡയലോഗ് കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് നിഖില പറയാറുണ്ട്. അങ്ങനെ നിഖിലെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാ ചെയ്തിരിക്കുന്നത്. ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? നോട്ടബിൾ ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ്? ഉറപ്പായിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മൾ ആ സെക്കൻഡ് ഹാഫിന്റെ പകുതിയിൽ ഉണ്ടാവുന്ന യോഗി ബാബുവിന്റെ അത് പറയുന്നുണ്ട്. പിന്നെ അത് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ മേടിച്ചിരുന്ന ഏരിയ തന്നെയാണ്, അവിടെ തന്നെയാണ് പ്രശ്നം. പിന്നെ തോന്നുന്നു ലോജിക് ഇല്ലായ്മ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആൾറെഡി ലോജിക് ഇല്ലാത്തൊരു പടം എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് ഓൾറെഡി തന്നെ അതെ, നമ്മള് അതൊന്നൊരു നമുക്ക് ക്രിറ്റിസിസം പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സോ E4 പറയുന്നത് അവരാദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം കാണുന്നത്. മൊത്തം നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടും പടം തിയേറ്ററിൽ ആളുകൾ ആഘോഷിച്ച് കാണുന്നു, ചിരിച്ച് കാണുന്നു, തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് ചിരിച്ച് കളിച്ചു വന്നു, റിപ്പീറ്റ് വാച്ച് വരുന്ന ആൾക്കാർ. പക്ഷെ ഫേസ്ബുക്ക് പറയുമ്പോൾ ആളുകൾ കൊള്ളില്ല. അപ്പം ഇത് ശരിക്കും രണ്ടും ഒന്നായിരുന്നു പണ്ട്. ഈ ഇടക്കാലം വരെ ഫേസ്ബുക്ക് റിവ്യൂ കൊണ്ട് മാത്രം പടം ഹിറ്റായ ആളാണ് ഞാൻ, ജെ. അപ്പൊ എനിക്ക് പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് വന്നപ്പോഴും ഇവിടെ ആളുകൾ വരുന്നുണ്ടത് അതെന്താണെന്ന് പ്രൊഡ്യൂസേഴ്സിന് മനസ്സിലാവുന്നില്ല, ഡിസ്ട്രിബ്യൂട്ടർക്ക് മനസ്സിലാവുന്നില്ല. അവർ നെഗറ്റീവ് വരും താഴെ പോകും. ഫസ്റ്റ് 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ടാവുമെന്ന് വെച്ചാൽ. പക്ഷെ നെഗറ്റീവ് സർവീസ് സൈഡിൽ കൂടെ പോകുന്നുണ്ട് ആളുകൾ. പക്ഷെ ഇത് കണ്ടേ പറ്റൂ എന്നുള്ള മുകളിൽ അപ്പൊ ആളുകൾ ഇങ്ങനെ സിനിമ ആഗ്രഹിച്ചിരുന്നു തോന്നി. അങ്ങനത്തെ ഒരു നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ ഈ സിനിമയുടെ ഷൂട്ട് അല്ലെങ്കിൽ ഇതിന്റെ കഥ നമ്മൾ സംസാരിച്ച് ഈ രണ്ടാമത് ജയിക്കേഷൻ ഞാൻ ദീപുകൊണ്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ പ്ലാൻ ഇതിൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടം, ഒരു ഒന്നും അറിയാതെ വന്നിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞിട്ടാണ് ബേസിലിനോടോ പൃഥ്വിരാജിനോടോ ഒക്കെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ ആയിരിക്കും, ഇതിനകത്ത് ഒരു കഥയുണ്ടാവില്ല. അപ്പം അവർ ചോദിച്ചു ജയ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് മറന്നിട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളിത് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ 1 വർഷം കഴിയുമ്പോൾ ആളുകൾക്ക് ചിലപ്പം ഈ ടൈപ്പ് പടങ്ങളോട് ഇഷ്ടം വരും. സീരിയസ് പടങ്ങൾ കണ്ട് റിയലിസ്റ്റിക് പടങ്ങൾ തളരും ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബേസിലൊക്കെ അങ്ങനെ വരാൻ പറ്റില്ല ചിലപ്പോൾ ആളുകൾക്ക് എന്നൊക്കെ ബേസിലും പറയാറുണ്ടായിരുന്നു. പക്ഷെ ഒരു പകുതിയൊക്കെ ആയപ്പോൾ ബേസിൽ ഷൂട്ടിന്റെ പകുതി ആയപ്പോൾ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണ്, ഇതുപോലത്തെ ഒരു പടം കണ്ടിട്ട് കുറെ കാലമായി, നമുക്ക് ഇത് തന്നെ പിടിക്കാം എന്നുള്ള. അപ്പം നമ്മളത് അന്ന് ദീപവും ഞാനത് മുൻകൂട്ടി കണ്ടപ്പോൾ ചിലപ്പോൾ ഇത്രയും വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്നാൽ നല്ലൊരു സ്വീകരണം കിട്ടി. അതിൽ അടിപൊളി പൂക്കുറ്റിയായിട്ട് പോട്ടെ, ഇങ്ങനെയുള്ള പടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരട്ടെ. അല്ല, ഇത് പാളിയിൽ നിന്ന് നമ്മൾ പിന്നെ ഈ ജന്മത്തെ ഇങ്ങനെ സിനിമയായിട്ട് ഞാനോ ദീപു വരും, ദീപന്റെ കല്യാണ ബുക്കൊക്കെ ദീപ് അടച്ചു വെച്ചത്. ഇപ്പൊ ഈ സിനിമ ഇറങ്ങുന്നവരെ ദീപ് പറയുന്നുണ്ട് ഇനി കല്യാണ പടമൊന്നും ഇല്ല കേട്ടോ, തീർന്നു ഇതോടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുമ്പോൾ 2-3 തവണ ബാക്കിയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു എനർജി തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. ഇതേപോലുള്ള ചില മൂഡ് പടങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരട്ടെ, അത് ഇൻഡസ്ട്രിക്ക് ഗുണമാണ്. അതെ, നോക്കാം. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.